السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. Wisdom World Preschool Network and മൈമൻ അക്കാഡമി നടപ്പാട്ടരങ്ങത്തെ ഖുർആൻ ക്ലാസ്സിലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അതിലെ 13ാമത്തെ നാലായിട്ട് ഞങ്ങൾ ഉള്ളിൽ അല്ലാഹു തആല പരിശുദ്ധമായ സൂറത്ത് യാസീനിൽ ഞങ്ങളെ ചിന്തിപ്പിക്കിടങ്ങത്തെ പല കാര്യങ്ങൾ ചൊന്നിട്ടു. അള്ളാഹുടെ ഖുദ്റത്ര ബഗ്ഗെയും അതുപോലെ ആഖിറ ചൊല്ലൊരു ലോക, ഈ പരലോക ചൊല്ലൊരു ലോക ഉണ്ടു എന്നത് മനസ്സിലാവുകൂ, അർത്ഥാവുകൂ. ഈ ഭൂമിയിലെ ഞങ്ങൾ കാണ്ടകത്തെ പല അടയാളങ്ങളെ ചൊന്നൽ പിന്നെ അല്ലാഹു തആല രണ്ട് പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് നമുക്ക് തന്നത്. വഇദാ ഖീല ലഹും മുത്തഖൂ മാ ബൈന അയ്ദീകും വമാ ഖൽഫകും. ഒന്നു അല്ലാഹു തആലയുടെ നിങ്ങ ജാഗ്രതയാക്കണു, അല്ലാഹു തആലയുടെ തഅലീമാക്കണു, അല്ലാഹുടെ കാര്യത്തിൽ നിങ്ങ ജാഗ്രത വേണു. രണ്ടാമത് കാര്യം വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്. സൃഷ്ടികളൊട്ടിಗೆ ഷഫഖത്ത് വേണു, നിങ്ങൾക്ക് സൃഷ്ടികളൊട്ടിಗೆ ഒരു അനുകമ്പ കിർഫ ഉണ്ടാവണു. സൃഷ്ടികളെ കാര്യത്തിൽ സ്പന്ദനാക്കിടങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾക്ക് വേണു എന്ന ഒരു ഉപദേശമാണ് അല്ലാഹു തആല തന്നത്. ഖാലിഖായ അല്ലാഹുടെ കാര്യത്തിൽ തഅലീമാണ് മനുഷ്യന്മാർക്ക് വേണായത്. അല്ലാഹുടെ കാര്യത്തിൽ അല്ലാഹുടെ റെസ്പെക്റ്റ് ആക്കുന്നതും അല്ലാഹുടെ പരിഗണിക്കുന്നതും കണക്കിലെടുക്കുന്നതും ആണ് മനുഷ്യന്മാർ ആക്കണായത്. ഖൽഖുടെ വിഷയത്തിൽ, അതായത് സൃഷ്ടികളുടെ കാര്യത്തിൽ മനുഷ്യന്മാർ ഉണ്ടാവണത് ഷഫഖത്താണ്, ദയ, കരുണ, കിർഫ ആണ് ആയിട്ടിക്കർ ഉണ്ടാവണത്. ഈ രണ്ട് കാര്യ ആയിട്ടിക്കർ മനുഷ്യക്ക് പ്രധാനമായിട്ട് വേണായത്. ഖാലിഖായ അല്ലാഹുറൊട്ടിಗೆ ഒരു ബന്ധവും വേണു, ഖൽഖായ മനുഷ്യന്മാരും ഇതര ജീവികളൊട്ടിಗೆ നല്ലൊരു ബന്ധം വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ കാഫിരീങ്ങ അത് ഒരു നിലക്കും അതിരെ കണക്കിലെടുക്കില്ല, അങ്ങ് കംപ്ലീറ്റ് അതിരെ നെഗ്ലക്ട് ആക്കിടാറിട്ടാണ് അല്ലാഹു തആല ചൊന്നത്. വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു തആല നിങ്ങൾക്ക് തന്നതിൽ നിന്നിട്ട് കൊരിയ നിങ്ങൾ ചെലവാക്കോറുണ്ടങ്ങൾട്ട് ചൊല്ലുമ്പോ ഖാലല്ലദീന കഫറു, നന്ദി കെട്ട ആൽമാർ ചൊല്ലുവാറ്, കുഫ്രാക്കി അവിശ്വാസിങ്ങ, അല്ലാഹു തആലയിൽ പരിപൂർണമായ നമ്പിക്കയില്ലാത്തങ്ങ ചൊല്ലുവാറ് ലില്ലദീന ആമനു, വിശ്വാസിങ്ങളെ ಬಗ್ಗೆ, പാവത്തങ്ങളായ വിശ്വാസിങ്ങൾക്ക് ഉപേനായിട്ട് ചെലവാക്കുകയല്ലേ ചൊല്ലേ, അങ്ങനെ ಬಗ್ಗೆ അങ്ങ് ചൊല്ലുവാറ് അനുത്ഇമു മല്ലൗ യശാ അല്ലാഹു വതഅമഹ്. അല്ലാഹുവെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോഴത്തെ ആൽമാർക്ക് നങ്ങെന്തിക്ക് ഭക്ഷണം കൊടുക്കണം? അല്ലാഹു ഉദ്ദേശിച്ച അവന് കൊടുക്കന്തല്ലേ, അവനെ കൊടുത്തിട്ടല്ലേ, പിന്നെ നങ്ങെന്തിക്ക് കൊടുക്കണു? ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ ഒരു രൂപത്തിലാണ് നിങ്ങൾ തെരുത്തപ്പിട്ടുള്ളേ അങ്ങ് ചൊല്ലുവാർ. അപ്പൊ ഞങ്ങൾ ഇതിനെ ബഗ്ಗೆಲ್ಲ വിശദീകരിച്ച അല്ലാഹു തആല ദുനിയാവിലു ചില ആൽമാരെ ഖനിയായിട്ടും ചില ആൽമാരെ ഫക്കീറായ ഈ രൂപത്തിലാണ് അല്ലാഹു തആല വ്യവസ്ഥയാക്കിയവിടെ. ചില ആൽമാർക്ക് നല്ല വിശാലമായിട്ടുള്ള സ്വത്തു സമ്പത്തും അള്ളാഹു കൊടുത്തില്ല, ചില ആൽമാർക്ക് ജീവന കഷ്ടത്തിലും പ്രയാസത്തിലാക്കിയ. ഇതെല്ലാം അള്ളാഹു ടെസ്റ്റാക്കുകയായിട്ടാണ് ആക്കിരേണ്ടത് ഞങ്ങൾ ചൊന്ന. ഒരാൾക്ക് ചെമ്മ സ്വത്ത് സമ്പത്ത് ഇക്കടത് ചൊല്ലത് അതൊരു നെഗറ്റീവായ വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ ചൊന്നതായിട്ട് കണ്ട് ഒരു യുദ്ധത്തിക്ക് പുറത്താവുമ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബിയുടെ വിളിച്ചിട്ട് നബി തങ്ങ ചൊന്തു, ഇന്നി ഉരീദു അൻ നബഅസക അലാ ജയ്ഷിൻ ഫയുഗ്നിമകല്ലാഹ്. ഒരു സൈന്യത്തെ നായകനായിട്ട് നിങ്ങളെ ഞാൻ കടത്തുക ഉദ്ദേശിച്ചിരെ, അല്ലാഹു തആല നിങ്ങളെ കയ്യിൽ ചെമ്മ ഗനീമത്ത് സ്വത്തുങ്ങ തർന്നുണ്ടു ഞാൻ
ബിയാർച്ചിരായിട്ട് നബി തങ്ങ ചൊന്തു. നല്ല ಗುಣ ಗಿಟ್ರಂಗಂತೆ ಉಪಕಾರ ಗಿಟ್ರಂಗಂತೆ നല്ല സ്വത്തു നിങ്ങൾക്ക് ഉണ്ടാവണു ചൊന്നിട്ട് ನಾನು ಆಗ್ರಹಿച്ചുകൊണ്ടുള്ള ಅಂತ നബി തങ്ങ ചൊന്തു. അപ്പൊ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചൊന്തു, ഓ നബിയെ ഇന്നി ലം ഉസ്ലിം റഗ്ബതൻ ഫിൽ മാലി, ನಾನು സ്വത്തുരയിൽ കണ്ണു വെച്ചിട്ടല്ല ನಾನು മുസ്ലിമായിട്ട്, സ്വത്ത് സമ്പത്തിൽ കണ്ണു വെച്ചിട്ട് ನಾನು മുസ്ലിമായിട്ടില്ല നബിയെ. വഇന്നമാ അസ്ലംതു റഗ്ബതൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആഗ്രഹിച്ചിട്ടാണ്, ജിഹാദിലും ഇസ്ലാമിലും ആഗ്രഹിച്ചിട്ടാണ് ನಾನು മുസ്ലിമായിട്ട്, കൂലി കിട്ടോണുണ്ട് വിചാരിച്ചിട്ടാണ്, ആഖിറം കണ്ടിട്ടാണ് ನಾನು മുസ്ലിമായിട്ട്, നക്ക് ഈ സ്വത്ത് സമ്പത്തല്ല എന്തിക്ക് നബിയെ എന്നിട്ട് അയാള് റിപ്ലൈ ആക്കിത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്തു, യാ അംറു നിഅ്മൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹി, ഒരു നല്ല മനുഷ്യകു നല്ല സ്വത്തുങ്ങ ഇക്കടെ സമ്പത്തുങ്ങ ഇക്കടത് ചൊല്ലത് അത് നല്ലൊരു കാര്യമായിട്ടേക്കറ്. നല്ല മനുഷ്യകു നല്ല സ്വത്ത് സമ്പത്തിക്കട ചൊല്ലത് വളരെ നല്ലതായ ഒരു കാര്യമാണ്. അപ്പ സ്വത്ത് സമ്പത്തുങ്ങ ഇക്കടെ അനുകൂലങ്ങ ഇക്കടെ ചൊല്ലത് അത് നെഗറ്റീവായ വിഷയമല്ല. പക്ഷെ അത് ആരെ കയ്യിലിക്കണു, മനുഷ്യ നല്ലവണാവണം. അതുപോലെ സമ്പാദനാക്കടെ സ്വത്തുങ്ങവും ഹലാലായ മാർഗത്തിൽ നിന്നിട്ട് സമ്പാദനാക്കിയ സ്വത്തുങ്ങാവണം. ഇങ്ങനെ ആവുമ്പോ ആ സ്വത്ത് സമ്പത്തുങ്ങ വളരെ നല്ലതാണിട്ടാണ് നബി തങ്ങ പഠിപ്പാട്ട്. പിന്നൊരു ഹദീസിൽ നബി തങ്ങ ചൊല്ലു, വഹദ്ദിസുക്കും ഹദീസൻ ഫഹ്ഫദൂഹു, നാനൊരു വിഷയം നിങ്ങൾക്ക് ചൊന്തണ്ട്, അതിൽ നിങ്ങൾ നല്ലോണം മനസ്സിൽ ഉറപ്പിച്ചു വെക്കൂ. ഇന്നമ ദുനിയാ ലി അർബഅതി നഫരിൻ, ഈ ദുനിയാവു 4 ആൽമാർഗാണ് ഈ ദുനിയാവുല്ലേ. അതായത് ദുനിയാവുല് 4 ടൈപ്പ് ആൽമാരാണ് ടോട്ടലി ഉള്ളേ. ഒന്ന് അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വ ഇൽമൻ ഫഹുവ യത്തഖി ഫീഹി റബ്ബഹു വയസിലു ഫീഹി റഹിമഹു വയഅലമു ലില്ലാഹി ഫീഹി ഹഖ്ഖാ. ഒരു തരത്തെ മനുഷ്യന്മാരുള്ളാർ അങ്ങു അല്ലാഹു തആല ധാരാളമായിട്ട് സമ്പത്തും അങ്ങ് കൊടുത്തിറ, നല്ല ഇൽമും കൊടുത്തിറ, അല്ലാഹു അറിവും കൊടുത്തിറ. അപ്പൊ അതുകൊണ്ടിട്ട് അവനക്ക് നല്ല ബോധമുണ്ട്, അറിവുമുണ്ട്, ജ്ഞാനമുണ്ട്, സമ്പത്തും ഉണ്ട്. അപ്പൊ അവನು ആ ഇൽമു യൂസ് ആക്കിയിട്ട് അവನು ആ സമ്പത്തിരെ നല്ല ജാഗ്രതയിൽ ಅವನು യൂസ് ആക്കട. അതിരെ യൂസ് ആക്കിയിട്ട് ಅವನು അവന്റെ കുടുംബ സംബന്ധ ചേർക്കട. ആ സമ്പത്തിനെ യൂസ് ആക്കിയിട്ട് അവന്റെ കുടുംബ സംബന്ധം അവന് ചേർക്കട. ഇങ്ങനെ കുടുംബ സംബന്ധത്തെ അകറ്റുള്ള കൊടുക്കട അവನು. അതുപോലെ വയഅലമു ലില്ലാഹി ഫീഹി ഹഖൻ, അതില് നക്ക് കുറെ ബാധ്യത കൊണ്ടു ഈ സമ്പത്തില് അള്ളാഹുബേനായിട്ട് നാണ് ചെമ്മ ബാധ്യതകൾ തീർക്കൊണ്ടു എന്നവನು മനസ്സിലാക്കട. അതായത് ആ സമ്പത്തിനെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട രൂപത്തിൽ അതിൽ ചെലവാക്കട. അങ്ങനത്തെ ആൽമാറുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ആൽമാറാണ്. ഫഹാദാ ബി അഫ്ളലിൽ മനാസിൽ, ഇത് ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു സ്ഥാനേറ്റിക്കർ. അള്ളാഹു താല ഈ രൂപത്തിൽ ഒരു മനുഷ്യരാക്കട ചൊല്ലത് വലിയ സ്ഥാനേറ്റിക്കർ. അപ്പൊ നബിത്തങ്ങ ചൊന്ന പലക്ക വളരെ ശ്രദ്ധിക്കും. ആ സമ്പത്ത് യൂസ് ആക്കിയിട്ടവണ് ഒന്ന് അള്ളാഹുടെ അവണ് ജാഗ്രത ആക്കട. ആ സമ്പത്തിന്റെ വിഷയത്തിൽ ഹലാലായ സമ്പത്തിന് മാത്രം സമ്പാദനാക്കട, അത് ഹലാലായ രൂപത്തിൽ മാത്രം ചെലവാക്കട, അള്ളാഹു താലയുടെ തൃപ്തിക്ക് മാത്രം ചെലവാക്കട. വയസിലു ഫീഹി റഹിമഹു, കുടുംബ സംബന്ധം അതിൽ അവന് ചേർക്കട. പല ആൾമാരുള്ളാർ നല്ല സ്വത്ത് സമ്പത്തുങ്ങ പൈസ അല്ലേക്കിട് പ്രായത്തങ്ങ് വലിയ ഉപകാരിയായിട്ടിക്കിടാറ്, അല്ലെങ്കിൽ പല ദീന്റെ കാര്യത്തും പള്ളിക്കും അങ്ങനെ ഇങ്ങനെയുള്ള കൊടുക്കിടാൻ കയറ്റിക്കിടാറ്. പക്ഷേ സ്വന്ത കുടുംബത്തെ ഇളങ്ങ മൂത്തങ്ങമാറ് എത്രമാ പാവത്തങ്ങ ഇന്നെങ്കും കൊടുക്കാത്ത ആൾമാരുള്ളാർ, അങ്ങനെ തിരിഞ്ഞു നോക്കാത്ത ആൾമാരുള്ള വളരെ മോശമാണ്. നബിത്തങ്ങ ഇവിടെ ഈ ചൊല്ലുമ്പോ അവന് ചെലവാക്കണ ചൊല്ലുമ്പോ ഫസ്റ്റ് നബിത്തങ്ങ കുടുംബ സംബന്ധം ചേർക്കുവാനായിട്ട് ചെലവാക്കണം. ഫസ്റ്റ് സ്വന്തം ഔത്രങ്ങ കൊടുക്കണം, സ്വന്തം പെഞ്ഞായി മക്കളെ അകറ്റുള്ളത് ചെലവാക്കും. പിന്നെ സംബന്ധത്തങ്ങളെ കാര്യത്തില് കഷ്ടത്തില് അങ്ങനെ കഷ്ടത്തില് സ്പന്ദനാക്കും. അങ്ങനെ കഷ്ടത്തിലുള്ള ആൽമാർക്ക് വേണായതെല്ലാം കൊടുക്കണം. പിന്നെയാണ് റായത്തങ്ങ് കൊടുക്കണായത്, പിന്നെയാണ് ബാക്കിയുള്ള കാര്യത്തുകൾ കൊടുക്കണം. ഇങ്ങനെ ഓരോ ഹന്തങ്ങൾ ഉണ്ട്. പേർക്ക് വേനായിട്ടും പേരും പെരുമയും കിട്ടുക വേനായിട്ട് ഏതെല്ലാം കാര്യത്തിക്ക് ചെലവാക്കണത് അത് അള്ളാഹു താലക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല.
അപ്പൊ ദുനിയാവിലുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആൾമാർ ഇങ്ങനെ ഇക്കിടാറ്. ഇങ്ങനത്തെ ആൾമാർ ഏറ്റവും ബെസ്റ്റായ ആൾമാരിട്ടാണ് നബി തങ്ങൾ ചൊല്ലുന്നത്. വഅബ്ദുൻ, പിന്നെ ചില ആൾമാർ റസഖഹുമുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാലൻ. ചില ആൾമാർക്ക് അല്ലാഹു തആല ഇൽമു കൊടുത്തറ, നല്ല അറിവുണ്ടു, പക്ഷെ അവനുക്ക് സമ്പത്ത്, സ്വത്ത് സമ്പത്ത് അങ്ങനെ വേണത്ര ചൊല്ലം പോലൊന്നുമില്ല. അവನು ബഹുവ സ്വാദിഖുൻ നിയത്തി, നല്ല നീയത്തുള്ള മനുഷ്യനാണ് അവನು. അവನು ചൊല്ല എന്തൊരു ലവ് അന്നലി മാലൻ അമിൽത്തു ബി അമലി ഫുലാനിൻ. നക്ക് മാത്രം സമ്പത്തുങ്ങല്ല ധാരാളമായിട്ട് ഇന്നേണ്ടായെങ്കിൽ ഇന്നാലിന്ന മനുഷ്യ നല്ല ദാനിയായിട്ടുള്ളേ, കൊടുകൈ ദാനിയായിട്ടുള്ള ഇന്നാലിന്ന മനുഷ്യരുടെ പോലെ ഞാൻ ആയിരം തല്ലേ, നക്ക് ധാരാളമായിട്ട് ദാനങ്ങാക്കാൻ തല്ലേ, അള്ളാഹുബു വേണായിട്ട് നക്ക് ചെലവാക്കാൻ തല്ലേ എന്നവನು അവನು വിചാരിക്കുക. ഫഹുവ ബിനീയത്തിഹി, അവನು അവന്റെ ആ നീയത്ത് പ്രಕಾರ ഇട്ടിക്കറ അവനുക്ക് കൂലി കിട്ടേ. ഫഅജ്റുഹുമാ സവാഉൻ, ഫസ്റ്റ് ചൊന്ന ആളുടെയും ഈ ആളുടെയും കൂലി ഒരുപോലെ ഇട്ടിക്കറിട്ടാണ് നബി തങ്ങൾ ചൊന്നത്. ഈ മനുഷ്യ അവನು പിന്നെ അവനുക്ക് ചെലവാക്കുക, അല്ലെങ്കിൽ അള്ളാഹുക്ക് മേനായിട്ട് അള്ളാഹുടെ മാർഗത്തിൽ ചെലവാക്കുക. അവനുക്ക് സമ്പത്തില്ല, പക്ഷേ സമ്പത്തില്ലെങ്കിലും ആ ഒരു നീയത്തുണ്ട് എന്ന നിലക്ക് അവനുക്ക് ആ ഫസ്റ്റ് ഉള്ള ആൾമാർ, ഫസ്റ്റ് ചൊന്ന ആളില്ലേ, അവന്റെ പോലത്തെ കൂലി ഇട്ടിക്കർ. അതായത് ഇൽമും മാലും എന്നിട്ട് അതിനെ നല്ല രൂപത്തിൽ ചെലവാക്കിയോണ്ട് കൂലി, അതേ കൂലി ഇട്ടിക്കർ ഓണുകും മിക്കരേട്ടാണ് നബി തങ്ങൾ ചൊന്നത്. മൂന്നാമത്തെ ടൈപ്പ് ആൾമാർ വഅബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വലം യർസുഖുഹു ഇൽമ. ചില ആൾമാരുള്ള അങ്ങോക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിട്ടിക്കറ, പക്ഷേ ഒരു ഇൽമും മിക്കില്ല, എങ്ങനെ ചെലവാക്കണു എന്ന ബോധയിക്കില്ല അതിനെ ಬಗ್ಗೆ. അവನು ഫഹുവ യഖ്ബിതു ഫി മാലിഹി ബിഗൈരി ഇൽമിൻ ലാ യത്തഖി ഫീഹി റബ്ബഹു. അവನು അവന്റെ സമ്പത്തില് ഒട്രാസി ചെലവാക്കട, ഒരു ഇൽമില്ലാണ്ട് ഒട്രാസി അവന് ചെലവാക്കട. ആ മാലിന്റെ വിഷയത്തിൽ അവൻ അള്ളാഹുടെ ജാഗ്രത ആക്കില്ല. വലാ യസ്ലു ഫീഹി റഹിമഹു, ആ മാലിന്റെ സമ്പത്ത് യൂസ് ആക്കിയിട്ട് അവന്റെ കുടുംബ സംബന്ധം അവನು ചേർക്കാലെ, കുടുംബ സംബന്ധ ചേർക്കുവാനായിട്ട് അവൻ അതിന് യൂസ് ആക്കാലെ. അവന് സ്വന്തം അടിച്ചു പൊളിച്ചിട്ട് എൻജോയ് ആക്കിയിട്ട് ആരാർക്ക് എങ്ങനെയല്ല ആണ് അവന് യൂസ് ആക്കണേ. വലാ യഅലമു ലില്ലാഹി ഫീഹി ഹഖ, അതിലുള്ള അവനുകുല്ലേ ബാധ്യതങ്ങ, സക്കാത്തായിട്ടും അല്ലാത്ത രൂപത്തിലുള്ള ബാധ്യതങ്ങ. സമ്പത്തിന് നമുക്ക് വെറും സക്കാത്ത് ചൊല്ല ബാധ്യത മാത്രല്ലല്ലേ, മയാസിറുൽ മുസ്ലിമീൻ, ഒരു റായത്തെ സമ്പന്നരായ ശ്രീമന്തരായ ആൾമാർക്ക് ചെമ്മ ബാധ്യതയുണ്ട്. ആ റായത്തില് വളരെ പാവപ്പെട്ട് നിക്കിടങ്ങനത്തെ ആൾമാർക്ക് അകാക്കി കൊടുക്കൂടെ, വിധവങ്ങ ഇന്നെങ്കിൽ ആ വിധവങ്ങളെ സംരക്ഷണാക്കടെ, യതീമുങ്ങ ഇന്നെങ്കിൽ യതീമുങ്ങളെ സംരക്ഷണാക്കടെ. ഇങ്ങനെ പല ബാധ്യത കൊണ്ട് സക്കാത്ത് മാത്രാണ്ട് പേരിക്കണ്ട, സക്കാത്ത് ഒരു ബാധ്യത മാത്രമാണ്. അതുപോലെ മയാസിറുൽ മുസ്ലിമീൻ, ഒരു റായത്തെ ശ്രീമന്ത ആൾമാർക്ക് ചെമ്മ ബാധ്യതയുണ്ട്. അപ്പൊ ആ ബാധ്യതങ്ങല്ല അവನು പൂർത്തിയാക്കില്ല. ഫഹാദാ ബി അഖ്ബസിൽ മനാസിൽ, ഇത് ഏറ്റവും മോശമായ ഒരു ആളുടെ സ്വഭാവമായിട്ടിട്ടാണ് നബി തങ്ങൾ പഠിപ്പാട്ടെ. ഇങ്ങനത്തവണു ഏറ്റവും മോശമായ സ്ഥാനത്തിലാണ് ഓലുള്ളത്. മൂന്നാമത്തോൺ. നാലാമത്തോണ് വഅബ്ദുൻ ലം യർസുഖുല്ലാഹു മാലൻ വലാ ഇൽമൻ. നാലാമത്തോണു അല്ലാഹു മാലും കൊടുത്തിട്ടില്ല, ഇൽമും കൊടുത്തിട്ടില്ല. അവನು എന്നിട്ട് വെറും ഫക്കീറാണ്. അവನು എന്തും ഒത്തില്ല, ജാഹിലുമാണ് ഫക്കീറുമാണ്. എന്നിട്ട് അവൻ ചൊല്ലിട്ട് അവന്റെ പലക്കെങ്ങനെ, അവന്റെ ബിയാറങ്ങ എങ്ങനെ, ലൗ അന്നലി മാലൻ ലഅമിൽതു ഫീഹി ബിഅമലി ഫുലാനിൻ. നക്ക് മാല് മാത്തി ഇന്നേട്ടായെങ്കിൽ, നക്ക് സമ്പത്ത് ഇന്നേട്ടായെങ്കിൽ ഈ അടിച്ചു പൊളിക്കിട ആളുള്ളല്ലേ, മൂന്നാമത്തെ ചൊന്ന ആള്, അവന്റെ പോലെ ഞാൻ ആയിരം തല്ലേ, അവന്റെ പോലെ നക്ക് നല്ല എൻജോയ് ആക്കിയിട്ട് നടക്കാൻ തല്ലേ എന്നവನು മനസ്സിൽ കരുതുക. അപ്പൊ ഈ മൂന്നാമത്തെ ആളുടെയും നാലാമത്തെ ആളുടെയും ദോഷം ഒരുപോലെ ഇട്ടിക്കറ്. നാലാമത്തെ ആള് അവನು പിന്നെ സ്വത്ത് സമ്പത്തൊന്നും ഇന്നിട്ടില്ലെങ്കും അവന്റെ ആ നീയത്ത് പ്രകാരം ഇട്ടിക്കറ അവനക്ക് ദോഷം ഉണ്ടാവിടെ. അപ്പൊ ഈ 4 ടൈപ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൾമാരെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഒന്നാമത്തെ രണ്ടാമത്തെ കൂട്ടത്തിലാണ് ഞങ്ങൾ പെടുണായത്. മാലും ഇൽമും ഇക്കണു, അല്ലെങ്കിൽ മാലില്ലെങ്കിലും ഇൽമെങ്കിലും ഇക്കണു. ഇൽമിന്നിട്ട് ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ കരുതണം, ചെനക്കും ധാരാളമായിട്ട് സമ്പത്തിനെങ്കിൽ ധാരാളമായിട്ട് ചെലവാക്കുക ആവന്തല്ലേ, ദീനുക്ക് വേനായിട്ടും പിന്നെ കുടുംബത്തുക്ക് വേനായിട്ടും മിസ്കീനിങ്ങും ഫക്കീറിങ്ങും എല്ലാം ചെലവാക്കന്തല്ലേ എന്നൊരു നിയത്തെങ്കിലും വേണുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അപ്പൊ ഈ രൂപത്തിലുള്ള നിയത്തിങ്ങും ഈ രൂപത്തിലുള്ള പിന്നെ
മാലിന്റെ ചെലവാക്കത്ത ആൽമാര ബഗ്ಗೆയാണ് ഈ ആയത്തിൽ അള്ളാഹു താല പടിപ്പാട്ടി. അങ്ങനെ അഹങ്കാര നോക്കൂറു അങ്ങ് ചൊല്ല പലക്കേന്ദ്രെ അംഫിഖു മിമ്മാ റസഖക്കുമുല്ലാ, അള്ളാഹു താല നിങ്ങളെ തന്നതിൽ നിങ്ങൾ ചെലവാക്കുറു എന്ന് ചൊല്ലുമ്പോ എന്തിക്ക് ചെലവാക്കണു ചൊല്ലുടെ രൂപത്തിൽ അഹങ്കാരത്തെ പലക്കാണ് അങ്ങ് ചൊന്നിട്ടില്ലേ. ഈ ഈ പാവത്ത ആൽമാർക്ക് വേണമെങ്കിൽ അള്ളാഹു ഡയറക്റ്റ് കൊടുക്കാൻ തല ഞങ്ങൾ എന്തിക്ക് ചെലവാക്കണു എന്ന രൂപത്തിലുള്ള പ്രതിക്രിയയാണ് അങ്ങനെ ഭാഗത്തിൽ പണ്ടേ. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മനസ്ഥിതി അള്ളാഹുടെ നിങ്ങൾ ജാഗ്രത ആക്കറു, അതുപോലെ സമ്പത്തിനെ നിങ്ങൾ ചെലവാക്കറു ചൊല്ലുമ്പോ അത് കേക്കാണ്ടിക്കുള്ള ഈ ഒരു മനസ്ഥിതി, അഹങ്കാരത്തെ മനസ്ഥിതി എന്തുകൊണ്ടാണ് ഇങ്ങക്ക് പണ്ടേ? ഇങ്ങക്ക് ആഖിറത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഈ നെക്സ്റ്റ് ആയത്തിൽ നിന്ന് മനസ്സിലാവിടെ. അങ്ങ് ചൊല്ലുവാർ വയഖൂലൂന, അങ്ങ് കേക്കുവാർ മതാ ഹാദൽ വഅദു, ഈ നിങ്ങ ചൊല്ല അങ്ങനത്തെ വാഗ്ദാനങ്ങ, ഈ പ്രോമിസ് എല്ലാം ഉണ്ടല്ലേ, ഇതെല്ലാം എപ്പോഴാണ്? ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങ നേരെ ചൊല്ലേണ്ടായെങ്കിൽ, നിങ്ങ ചൊല്ലത് നേരിട്ടായെങ്കിൽ എപ്പോഴാണ് ഇത് ബണ്ടേ? ഡേറ്റ് ചൊല്ലോറു. നിങ്ങ സ്വർഗം ഉണ്ടു ചൊല്ലാറിൽ, നല്ലതല്ലാക്കി അങ്ങ് സ്വർഗം ഉണ്ടു നിങ്ങൾ ചൊല്ലാറല്ലേ. ആ സ്വർഗവും അല്ലെങ്കിൽ ബെടക്കാക്കി അങ്ങോകൂ അള്ളാഹു ചൊന്ന പോലെ കേക്കാത്തങ്ങോകൂ നറക്കം ഉണ്ടൂട്ടല്ല നിങ്ങൾ ചൊന്നോണ്ടില്ലാറല്ലേ. എപ്പോഴാണ് ഈ നറക്കവും സ്വർഗല്ല ബണ്ടേ? അതൊരു ഡേറ്റ് നമുക്ക് ചൊല്ലൊരു നോക്ക. അങ്ങനെ പ്രശ്നം അങ്ങനെ ഇക്കട് എപ്പോ അതൊക്കെ ബറകുണ്ട, അങ്ങനെ ഒരു ആഖിറ ബറകുണ്ട. ഈ ദുനിയാവെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകണ്ടല്ലേ, ഇതേ ലോകം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകണ്ടല്ലേ. എത്ര കാലത്ത് എത്ര വർഷത്ത് എത്ര ആൾമാരുടെ വന്നു പോയാറ്. ഇത്രത്തോളം അങ്ങനത്തെ വിഷയം ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെ ദുനിയാവ് ചേഞ്ച് ആയ വിഷയം ഒന്നും കേട്ടില്ല. ഇനിയും ചേഞ്ച് ആവുകുണ്ട എന്ന രൂപത്തിലായിട്ടിക്കറ അങ്ങനെ പ്രതിക്രിയക്കറ അങ്ങനെ പ്രശ്നയിക്കറേ. യഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, എപ്പോഴാണ് ഈ വാഗ്ദാനം ചൊല്ലി അള്ളാഹു താല വാഗ്ദാനാക്കിയത് നല്ലങ്ങു സ്വർഗ തണ്ടും ബെടക്കിടങ്ങു നറക്ക് തണ്ട ചൊല്ലൊരു വാഗ്ദാനം ഉണ്ടല്ലേ, അള്ളാഹുടെ പ്രോമിസ് ഉണ്ടല്ലേ, അള്ളാഹുടെ അനൗൺസ്മെന്റ് ഉണ്ടല്ലേ. ആ അനൗൺസ്മെന്റ് എപ്പോഴാണ് സാക്ഷാത്കാർ അവിടെ, അതെപ്പോ കാണുക അവിടെ എന്നങ്ങ് ഡേറ്റ് കേൾക്കുവാർ. അള്ളാഹു താല അതുക്ക് ഒരു റിപ്ലൈ ചൊല്ല, മാ യൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ തഅഖുദുഹും വഹും യഖ്സിമൂൻ. ഇങ്ങ വിചാരിച്ചിരെ ഈ മനുഷ്യന്മാർ ഈ കേക്കടങ്ങനത്തെ പ്രശ്നം കേക്കടങ്ങനത്തെ മനുഷ്യന്മാർ എന്താ വിചാരിക്കടേ? ഈ ഒരു ഖിയാമത്ത് നാള് അല്ലെ ആഖിറ ബറമ്പോ അങ്ങു നല്ല മുൻസൂചന എല്ലാം കിട്ടിയിട്ടെയാണ് പണ്ടേ. അതുകൊണ്ട് പേടില്ല, അവസാന കാലഘട്ടം അങ്ങനെ കുറച്ച് സമയം ബണ്ടുണ്ടായെങ്കിൽ അപ്പൊ നല്ല ആയെങ്കിൽ മെയ്യാവുണ്ടാണ് വിചാരിക്കടേ. പക്ഷെ അള്ളാഹു ചൊല്ല മാ യൻദുറൂന, അങ്ങ വെയിറ്റ് ആക്കിയോണ്ടുള്ള കാര്യ, അതായത് യൗമുൽ ആഖിറ അല്ലെങ്കിൽ ഖിയാമത്ത് നാള്, അത് മാ യൻദുറൂന അങ്ങ വെയിറ്റ് ആക്കിയോണ്ടുള്ള കാര്യ, അത് എന്തുമാത്രമാണ്? ഇല്ല സ്വൈഹത്തം വാഹിദ, വലിയൊരു അട്ടഹാസം മാത്രമാണ്, വലിയൊരു സ്ഫോട മാത്രമായിട്ടിക്ക്, ഒരു സ്ഫോട, ഒരു മഹാസ്ഫോട മാത്രമായിട്ടിക്ക് അങ്ങ് വെയിറ്റ് ആക്കിയോണ്ടുള്ളേ. എങ്ങനത്തെ സ്ഫോട്ടായിട്ടിക്കറും അങ്ങ ഈ ഒരു കുതർക്കത്തിൽ ഇങ്ങനെ മുങ്ങിട്ടിക്കുമ്പോ പെട്ടെന്ന് അങ്ങല മേൽ വന്നിട്ട് ഇറകിടങ്ങനത്തെ പെട്ടെന്ന് അങ്ങല മേൽ വന്ന് ബൂൾഡങ്ങനത്തെ ഒരു മഹാസ്ഫോട മാത്രമായിട്ടിക്കറി ഈ ഖിയാമത്ത് നാൾ. അതായത് വലിയൊരു മുൻസൂചന എന്തും ഇന്നിട്ടല്ല അത് ബണ്ടേ. അങ്ങ ഈ കുതർക്കത്തിലെ അങ്ങ ഇക്കിടാറ് എപ്പ ഇങ്ങനെ ബണ്ട വിറകുണ്ട അവർക്ക് ഖിയാമത്ത് ബാല വിറകുണ്ടായി, അതെന്തും അങ്ങനത്തെ ഒരു ലോകന്തും വിറകില്ല. ഈ ദുനിയാവിലെ എൻജോയ് ആക്കിയിട്ട് അങ്ങ് പൂർത്തിയാക്കണു, ഉടമെ സുഖിക്കൂല്ലേ. ഈ ദുനിയാവല്ലാത്ത വേറൊരു ദുനിയാവില്ല, വേറൊരു ലോകം ഇല്ല. ആയത്തര ഈ ചെറിയ ലൈഫിൽ ആയത്തര അങ്ങ് എൻജോയ് ആക്കണു ചെന്നിട്ടല്ല ഇങ്ങനെ അങ്ങനെ പ്രസംഗവും അങ്ങനെ തർക്കങ്ങ ഇങ്ങനെ മുന്നോട്ട് ബയിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മഹാസ്ഫോടം വന്നിട്ട് അങ്ങ് നാശായി പോണ്ടേ. എങ്ങനത്തെ ഒരു സ്പോട്ടാണ്, എങ്ങനത്തെ ഒരു നാശേറ്റിക്കറ്. ഫലാ യസ്തതിഊന തൗസിയതൻ, ആ സ്ഫോട വന്നിട്ടായെങ്കിൽ ആ ഖിയാമത്ത് നാളുടെ ഒരു മഹാസ്ഫോട വന്നു പോയെങ്കിൽ പിന്നെ അങ്ങ് ഒരു വസീയത്താക്കുള്ള ടൈം അങ്ങ് കിട്ടാലെ, വസീയത്താക്കു സാധ്യാവാലെ. അതായത് അങ്ങു ആ പിന്നെ മരിപ്പ് വന്നെത്തുമ്പോ, ആ സ്ഫോട കൊണ്ടിട്ട് അങ്ങനെ നാശം വന്നെത്തുമ്പോ ഒരു പിന്നെ ഒരാൾ മരിക്കുമ്പോ സാധാരണ ആക്കണങ്ങനത്തെ ഒരു വിഷയമല്ലേ വസിയത്താക്കി പോണ്ടേ. ഇന്നിന്ന കാര്യമെല്ലാം നല്ല പേരിലെല്ലാം ആക്കണു എന്നുള്ള വസിയത്ത്. ആ വസിയത്ത് എന്തും ആക്കുകില്ല, അങ്ങക്ക് ടൈമും കിട്ടാലെ, അതുക്കുള്ള ചാൻസും അങ്ങക്കില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ,
നാനൊന്നു നന്റെ സംബന്ധ കുടുംബത്തങ്ങനെ നോക്കി ബണ്ടേ എന്ന രൂപത്തിൽ അങ്ങനെ കുടുംബത്ത് അങ്ങു തിരിഞ്ഞു പോകാവല്ലേ. അതായത് അങ്ങ ഒരു സാമാന്യമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങ് എൻഗേജ് ആയിട്ടിരിക്കുമ്പോൾ, സാധാരണ രൂപത്തിൽ ഇരിക്കുമ്പോൾ ആയിട്ടിക്കറ് പെട്ടെന്ന് ഖിയാമത്ത് യൗമുൽ ഖിയാമ പെട്ടെന്ന് അങ്ങനെ മേൽ വന്നു പോൾഡേ. അങ്ങ് സാധാരണ എന്തെങ്കിലും ഒരു ബിസിനസ്സാ അല്ലെങ്കിൽ ആൾമാറായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പലക്കവരുടെ വിഷയത്തിലാ എന്തെങ്കിലും ഒന്നും ഒരു കാര്യത്തിലായിട്ട് അങ്ങ് ഇങ്ങനെ കൂടിയിട്ടിക്കിടാറ്. അപ്പോഴാണ് പെട്ടെന്ന് ഖിയാമത്ത് നാളുടെ ആ മഹാസ്ഫോടം വന്നിട്ട് പിന്നെ അങ്ങനെ കുടുംബത്തിക്ക് അങ്ങ് റിട്ടേൺ ആവുകില്ല, ഒരു വസിയത്താക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യാവാലെ. ആ രൂപത്തിലാണ് പെട്ടെന്ന് അത് വന്നെത്തിരേ. അപ്പൊ ഖിയാമത്ത് നാളുടെ ആ ഒരു ഭീകരത്തെ, ആ ഒരു ഭയാനകത്തെയാണ് അള്ളാഹു താല ഈ ആയത്തുകൾ വിശദീകരിക്കല്. ഈ ഖിയാമത്ത് നാളുടെ ಬಗ್ಗೆ മുഅ്മിനീങ്ങു പിന്നൊരായത്തിൽ അള്ളാഹു താല ചൊല്ല യസ്തഅ്ജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ. ഈമാനില്ലാത്തങ്ങ, ആഖിറത്തിൽ ഈമാനില്ലാത്തങ്ങാണ് ഈ ഖിയാമത്ത് നാളുടെ ಬಗ್ಗೆ ഒരു അമ്പരപ്പിക്കടെ എപ്പ വണ്ടേ എന്ന രൂപത്തില് ഒരു തമാശ രൂപത്തില് പിന്നെ തിരക്ക് കൂട്ടരെ ആരാണ്? ഈമാനില്ലാത്ത ആൽമാരാണ്. അതേ ടൈമിൽ വല്ലദീന ആമനു മുഷ്ഫിഖൂന മിൻഹ, ഈമാനുള്ള മനുഷ്യന്മാർ മുഷ്ഫിഖൂന മിൻഹ, ഖിയാമത്ത് നാളുടെ ಬಗ್ಗೆ ഭയങ്കര പേടിലുള്ളാറ്. യഅലമൂന അന്നഹൽ ഹഖ്, ആ ഖിയാമത്ത് നാൾ അത് നേരായിട്ട് ഇക്കറ് ബറകുള്ളതായിട്ട് ഇക്കറ് ചൊന്നിട്ട് അങ്ങ് മനസ്സിലാക്കിറാറ്. അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി, ആ ഒരു ഖിയാമത്ത് നാളുടെ വിഷയത്തിൽ സംശയിക്കടാൽമാർ ലഫീ ളലാലിൻ ബഈദ്, അങ്ങ് കംപ്ലീറ്റ് തെരു തപ്പിപ്പോയിടാറ്. കംപ്ലീറ്റ് അങ്ങ് തെരു തപ്പിപ്പോയിടാറ്. അപ്പൊ ഖിയാമത്ത് നാളുടെ വിശ്വാസം അതൊരു പ്രധാനപ്പെട്ട വിഷയത്തിക്ക് മനുഷ്യയുടെ നല്ല രൂപത്തിൽ ജീവിക്കുക, നല്ലത് ബെടക്ക് തിരിച്ചറിഞ്ഞ് ജീവിക്കുക, ബെടക്കുങ്ങല്ല ബുട്ടിട്ടു അക്രമ അന്യായ ഇതെല്ലാം ബുട്ടിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യ ഖിയാമത്ത് നാളുടെ വിഷയത്തിൽ യൗമുൽ ആഖിറ, ഒരു പരലോകം ഉണ്ട് എന്ന വിശ്വാസം വേണം അല്ലേ. നീ നോക്കൂ, പരലോക ചൊന്നത് ഇല്ലാണ്ടായെങ്കിൽ ഒരിക്കലും മനുഷ്യകു പിന്നെ പരലോക ഇല്ലാണ്ട മനുഷ്യകു സങ്കല്പിക്കുകയാവില്ല. കാരണം ഈ ദുനിയാവുലു പലേ നമുത്തുള്ള അക്രമകാട്ടങ്ങളുള്ളാർ, ആയിരായിരം ആൽമാരെ കൊലയാക്കിടങ്ങുള്ളാർ, ലക്ഷഗട്ടലെ ആൽമാരെ കൊലയാക്കിടങ്ങ് ഇണ്ടുകൊള്ളാർ. ഒരു ലക്ഷ ആൽമാരെ കൊന്ന ഒരുത്തരെ അവനുകു ഊടെ ദുനിയാവുൽ അവനുകു അതിരെ തക്കതായ ശിക്ഷ കൊടുക്കുക ഒരിക്കലും സാധ്യമില്ല അല്ലെ. ഒരു ലക്ഷ കൊന്ന ഒരുത്തരെ ഞങ്ങ അവന്റെ കൊല്ലുണ്ടായി വർക്കമേ ഉണ്ട് കൊല്ലുക അവിടെ. അപ്പൊ ഈ ലക്ഷഗട്ടലെ ആൽമാരെ കൊന്നതിന്റെ പേരുള്ള ശിക്ഷ അവനുക്ക് ഒരിക്കലും കിട്ടില്ല ദുനിയാവിൽ കൊടുക്കുകയാവില്ല. എന്തിക്ക് ലക്ഷഗട്ടലെ ഇവിടെ ഒരു ജണ്ടാളുടെ കൊന്ന ഒരുത്തർ മനുഷ്യകു അവനുക്ക് ജണ്ടാളുടെ കൊന്നതിന്റെ പേരിൽ ശിക്ഷ ഇവിടെ കൊടുക്കുക അവിടെ. ഒരുത്തരെ കൊന്നതിലല്ലേ കൊടുക്കുക അവിടെ, ഒരുത്തരെ കൊന്നതിന്റെ പേരിൽ ഓണ്ടോർക്ക കൊല്ലക അവിടെ അത്രേ. അതുപോലെ എത്രമാ കാര്യത്തിലൂടെ ന്യായങ്ങൾ അങ്ങ് പരിപൂർണമായിട്ട് കിട്ടില്ല. ഊടെ എങ്ങനത്തെ കോർട്ടുക എങ്ങനത്തെ സിസ്റ്റമുക എന്നെങ്കും എങ്ങനത്തെ ആഡളിത്ത ബന്ധെങ്കും പരിപൂർണമായിട്ടുള്ള ഒരു ന്യായ, ഏത് വിഷയത്തിലുള്ള ഒരു ന്യായ ഒരിക്കലും കൂടെ സാധ്യമല്ല. കാരണം പലേ നമ്മത്തുലു ആൽമാർക്ക് പിന്നെ കാനൂനുങ്ങല്ല തപ്പാട്ടകും കാനൂനുങ്ങല്ലേ മറികടക്കുകല്ല ആവിടങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഈ ലോകത്തിലുള്ളത്. യാറത്തെ നിരപരാധിങ്ങായിട്ടിക്കൂടെ എപ്പോഴും ശിക്ഷിക്കപ്പെടുക, അപരാധിങ്ങ ശിക്ഷിക്കപ്പെടുക വളരെ കുറവാണ്. അധികാരത്തിലുള്ള ആൽമാറ് എത്ര വലിയ തപ്പാക്കിങ്കും അങ്ങു ശിക്ഷ ചൊല്ലത് ഭാരി കുറടേറ്റിക്ക്. ഈ രൂപത്തിൽ ന്യായ അന്യായ ചൊല്ലത് പരിപൂർണമായിട്ട് നടപ്പിലാവാത്ത, പരിപൂർണമായിട്ട് കിട്ടാത്തങ്ങനത്തെ ഒരു ലോകാണ് ഈ ലോക. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ പരിപൂർണമായ ന്യായ കിട്ടങ്ങനത്തെ ശിക്ഷ കിട്ടണ ആയവനുക്ക് പരിപൂർണമായ ശിക്ഷ കിട്ടങ്ങനത്തെ ഒരു ലോക ബണ്ടത് വളരെ അനിവാര്യമായിട്ടിക്കരു പറഞ്ഞു. അങ്ങനത്തെ ഒരു ലോക വേണു. അത് എപ്പോഴാണ് നമുക്കത് അതിലെ ഒരു വേണു ചൊല്ല ആ ഒരു 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 ഹട്ട അല്ലെങ്കിൽ വേണു ചൊല്ല ഒരു ബോധ ഞങ്ങളെ മനസ്സിക്ക് ബണ്ട് ഞങ്ങളെ ജീവിതത്തിൽ അങ്ങനത്തെ അക്രമങ്ങൾ അനുഭവിക്കുമ്പോഴേറ്റിക്കരുത്. അപ്പൊ നിങ്ങൾ ഉദാഹരണം നോക്കൂ, ഫലസ്തീന്റെ ആൽമാർ മക്കങ്ങ ഔഡ്ര ആൽമാർ എങ്ങനത്തെ ഒരു അന്യായവും അക്രമാണ് അങ്ങ് അനുഭവിച്ചുകൊണ്ടില്ലേ. എത്ര അങ്ങനെ
ഓരോരു ബാപ്പ ഉമ്മയുടെ എത്ര എത്ര മക്കളാണ്, പിഞ്ചു മക്കളാണ് ആ ಶತ್ರುಂಗ ಕೊನ್ನೊಂಟುಲ್ಲೆ ಆ ಕೊನ್ನದರ പേരിലുള്ളേ അങ്ങോഗു ന്യായ കിട്ടണ്ടേ. ഈ ലോകത്തിൽ അതൊരു ന്യായ അങ്ങോഗു പ്രതീക്ഷിക്കുക അവിടെ ഒരിക്കലുമില്ല. അപ്പൊ അങ്ങനത്തങ്ങനെ മനസ്സിಗೆ സമാധാനം കിട്ടുന്നുണ്ടായെങ്കിൽ ಖಂಡಿತമായിട്ടും ഒരു പരലോക വേണാടു. അങ്ങനെ അങ്ങളൊಟ್ಟಿಗೆ ಅಕ್ರಮ കാട്ടിയങ്ങനത്തെ ആൽമാർക്ക് ശക്തമായ ശിക്ഷ, തക്ക ശിക്ഷ കൊടുക്കണങ്ങനത്തെ ഒരു പരലോക വളരെ വളരെ അനിവാര്യം. അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെങ്കിൽ പരലോക ചൊല്ല ഒരു വിഷയം ഉണ്ടു എന്ന് മനസ്സിലാക്കുക അവിടുണ്ടാണ് ചൊന്നെ. അപ്പൊ പരലോകത്തിലുള്ള വിശ്വാസം ഇട്ടിക്കറ്, ആഖിറത്തിലുള്ള വിശ്വാസം ഇട്ടിക്കറ് മനുഷ്യരെ നല്ല ആക്കടെ. ആ വിശ്വാസം ഇല്ലാണ്ടായി മനുഷ്യ ബെടക്കായി പോകണ്ട. അതുകൊണ്ടാണ് ഈ സൂറത്തു യാസീനിൽ ഗടിഗടി അള്ളാഹു താല ആ ഒരു വിശ്വാസത്തെ ಬಗ್ಗೆ ഹൈലൈറ്റ് ആക്കി ചൊന്നോണ്ടില്ലേ. ആ വിശ്വാസം ഇല്ലാത്ത ആൽമാരെ അള്ളാഹു താല കാഫിരിങ്ങ അങ്ങ് നന്ദി കെട്ട ആൽമാരുണ്ട് പിന്നെയും പിന്നെ അള്ളാഹു താല വിളിച്ചോണ്ടില്ലേ. നെക്സ്റ്റ് അള്ളാഹു ചൊന്നോണ്ടില്ല വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. വനുഫിഖ ഫിസ്സൂർ, അതാ സൂർ എന്ന കഹളല്, സൂർ എന്ന കൊമ്പുൽ ഊതപ്പെട്ടിട്ട്, സൂർ ചൊല്ലെ കൊമ്പുൽ ഊതപ്പെട്ടിട്ട്, ഫൈദാ ഹും അപ്പോൾ തന്നെ അങ്ങ് മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ അങ്ങനെ ഖബറുങ്ങളിൽ നിന്നിട്ട് അങ്ങ് എൻചിട്ടിതാ അള്ളാഹുടെ മുട്ട ഓടിയോണ്ടുള്ളാറ്. ആഖിറത്തെ ഒരു സീന്, ഒരു ദൃശ്യേറ്റിക്കർ അള്ളാഹു താല അവിടെ വിശദീകരിച്ചോണ്ടുള്ളേ. നോക്കുന്നുണ്ട് സൂര്യ എന്ന കൊമ്പുൽ ഊതകൊണ്ടു ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂര്യ എന്ന കൊമ്പുൽ ഊതുരു. സൂര്യ ചൊന്നെങ്കിൽ ഒരു കൊമ്പ് കാണു സൂര്യൻ ചൊല്ലേ. പണ്ടത്തെ ഊതരങ്ങനത്തെ ഒരു വസ്തുവായിട്ട് ഇന്ന് കൊമ്പു. അപ്പൊ ആ നിലക്ക് പണ്ടത്തെ രൂപത്തിൽ അർത്ഥാക്കുകയായിട്ടിക്കുക ആ രൂപത്തിൽ ചൊന്നരെ ഒരു വലിയൊരു അനൗൺസ്മെന്റ് ആണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം ആക്കടെ. 3 ഊത്ത് ഉണ്ടുണ്ടാണ് മഹാന്മാർ ചൊന്നിട്ടില്ലേ. ഒന്നു അത് ഖുർആന് അള്ളാഹു താല വേറെ ആയത്തുങ്ങൾ അള്ളാഹു താല ചൊന്നിട്ടില്ല. 3 ഊത്തുങ്ങ ഉണ്ട്. ഒരു ഊത്തു ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോ ആൽമാറ് ബെറന്നു പോണ്ടാറ്. ഫസ്റ്റ് ആൽമാർക്ക് ഒരു ബെർപ്പുണ്ടാക്കണങ്ങനത്തെ ഒരു ഊത്തുണ്ട് ഫസ്റ്റ്. ويوم ينفخ في السور ففزع من في السماوات ومن في الأرض إلا من شاء الله. സൂറിൽ ഊതപ്പെടങ്ങനത്തെ 4 അണ്ട് മംഫിസ് സമാവാത്തി വമംഫിൽ അർള്, ആകാശ ഭൂമിയിലുള്ള എല്ലാ ആൽമാര് ബെർന്നു പോണ്ടാറ്. സൂറത്തു നംലിൽ അള്ളാഹു താല ചൊല്ലങ്ങനത്തെ പ്രായത്തേക്ക് സൂർ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം ഊതുമ്പോ ആൽമാരെല്ലാം ബെർന്നു പോണ്ടാറ്. അപ്പൊ ഫസ്റ്റ് ഊത്ത് ബെർന്നു പോകില്ല, ആൽമാർക്ക് ഒരു ബെറപ്പ് ഒരു പേടി ഉണ്ടാക്കില്ല അങ്ങനത്തെ ഊത്തായിട്ടിക്ക്. വലിയ അനൗൺസ്മെന്റ് ആണ്, ഫസ്റ്റ് അനൗൺസ്മെന്റ്, വലിയൊരു അനൗൺസ്മെന്റ് ആയിട്ടിരിക്കും. സാധാരണ ഒരു വലിയൊരു ഒരു പേടിപ്പാട്ട അനൗൺസ്മെന്റ് കേൾക്കുമ്പോ നമുക്ക് പേടിയാവിടെ. അതാണ് ഫസ്റ്റ് ഊത്ത്. രണ്ടാമത്തെ ഊത്തര ಬಗ್ಗೆ സൂറത്തു സുമറിൽ അല്ലാഹു തആല ചൊന്നിട്ടുള്ള വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. സൂറിൽ ഊതപ്പെട്ട് അപ്പ ആകാശ ഭൂമിയിലുള്ള എല്ലാ ആൽമാരും ബോധ തപ്പി പോണ്ടാർ, അല്ലെങ്കിൽ മരിച്ചു പോണ്ടാറ്. രണ്ടാമത്തെ ഊത്തു എല്ലാവരും മരിക്കുള്ള ഊത്താണ്. ഭൂമിയിൽ കണ്ടുള്ള ആൽമാരെല്ലാം മരിച്ചു പോണ്ടാറ്. ഇല്ലാ മനുഷ്യ അള്ളാഹു താല ഉദ്ദേശിച്ച ആൽമാർ അല്ലാണ്ടെ ചില ആൽമാർ ബാക്കി അവിടെ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം അസ്രായിൽ അലൈഹി ഇസ്ലാം ബാക്കി അവിടെ. പിന്നെ അസ്രായിൽ അലൈഹി ഇസ്ലാം ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ റൂഹ് എടുത്തിട്ട് പിന്നെ അസ്രായിൽ അലൈഹി ഇസ്ലാമിന്റെ അള്ളാഹു താല മരിപ്പാട്ട. അങ്ങനെ രണ്ടാമത്തെ ഊത്ത് എല്ലാവരും മരിക്കുള്ള ഊത്താണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഊത്തുണ്ടു. അപ്പോ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാരും എൻസിട്ട് ഇങ്ങനെ നോക്കിടാറപ്പ. മൂന്നാമത്തെ ഊത്തുല് രണ്ടാമത് എണിക്കലൈട്ടിക്കര് ഉണ്ടാവിടെ. ആ മൂന്നാമത്തെ ഊത്തര ബഗ്ഗെയാണ് സൂറത്ത് യാസീൻ അല്ലാഹു തആല കൂടെ ചൊന്നിട്ടില്ല വനുഫിഖ ഫിസ്സൂർ. സൂറിൽ ഊതപ്പെട്ടിട്ട് ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അപ്പലേ എല്ലാവരും അങ്ങനെ ഖബർ എഞ്ചിട്ട് ഓടാറ് അള്ളാഹുടെ മുട്ടാണ്. അള്ളാഹുടെ മുട്ട എല്ലാവരും ഓടിപ്പോണ്ടാറിട്ടാണ്. എന്തി ഓടിപ്പോണ്ടേ അണ്ട് ഓടിപ്പോവട്ടെ അങ്ങോട്ട് ഇക്കുകാവില്ലിട്ടാണ്. യഥാർത്ഥത്തില് ആ നാളുണ്ട് അള്ളാഹുടെ മുട്ട പോണ്ടത് ചൊല്ലത് വലിയ പേടിപ്പിക്കുന്ന വിഷയല്ലേ. കാരണം എല്ലാവർക്കും പേടിയാണ് നന്റെ കാര്യത്തിൽ എന്താവും തീരുമാനം എന്താവും, നാണ് വിജയിക്കടെ അല്ലെങ്കിൽ സോത്തു പോണ്ടേ, നന്റെ വിചാരണ എന്താവും പേടിയാണ്.
അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുടെ മുട്ട പോണ്ടത് കണ്ട് പേടിയാണ്. പക്ഷേ അണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങെല്ലാവരും അള്ളാഹുടെ മുട്ട ഇങ്ങനെ ഓടിപ്പോയ പോലെ അങ്ങേക്കിടാറുണ്ടാണ്. പിന്നെ ഒരു ആയത്തിൽ അള്ളാഹു തആല ചൊന്നിട്ടുള്ള യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ. ആ ഖബറിൽ നിന്ന് എണിക്കിടാ നാളില് എല്ലാരും വേഗത്തില് അങ്ങ പെട്ടെന്ന് അങ്ങ് എണിക്കിടാറ് എണിച്ചിട്ട് അങ്ങ ഒരു ടാർഗറ്റ് സ്പർദ്ധ ആക്കിയിട്ട് മത്സരിച്ച് ഓടുന്നങ്ങനെ പോലെ അങ്ങ് ഓടുവാറ്. സാധാരണ ഒരു ടാർഗറ്റ് വെച്ചിട്ട് സ്പർദ്ധ ആക്കണങ്ങ ഓട്ട മത്സരം നടത്തണങ്ങ ഓട്ട സ്പർദ്ധ ആക്കണങ്ങ ഓടുറാറല്ലേ, ആ രൂപത്തിൽ അള്ളാഹുടെ മുട്ടങ്ങ ഓടുറാറുണ്ട്. കാരണം അങ്ങ് കണ്ട് അങ്ങനെ സ്വന്തം ശരീരമേ അങ്ങനെ നിയന്ത്രണത്തിൽ ഇക്കില്ല. അങ്ങനെ ശരീരത്തിൽ എല്ലാം കൺട്രോൾ ഉണ്ട് അള്ളാഹുടെ കയ്യിലല്ലേ. അപ്പൊ അങ്ങ് ഗൊന്തില്ലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാ അള്ളാഹുടെ മുട്ട ഓടുറാറുണ്ട്. വല്ലാത്തൊരു പേടിപ്പിക്കുന്ന നാലാണ് ആ നാളിന്റെ ಬಗ್ಗೆ ഇട്ടിക്കൽ അള്ളാഹു താല ഈ ആയത്തിൽ വനുഫിഖ ഫിസ്സൂരി ഫൈദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.